ഓട്ടം നോക്കിയ തളയാൻ കടലിൽ കിടന്ന് ഓടാ ആദ്യം അതേ കൂട്ടായിരുന്നു. ഹലോ ചാവാണ് നമ്മുടെ പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാ കൂട്ടൊക്കെ സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിലെ ലൈറ്റ് ഫിഷിംഗ് വന്നിരിക്കുന്നത്. നമ്മൾ കർണാടകയിൽ ലൈറ്റ് ഫിഷിംഗ് അലോടാണ്. നോക്കി നിറച്ചായില്ല ഒരു വലിയ മീനൊക്കെ പെട്ടക്കണ പെട്ടക്കണ. അപ്പൊ ഈ മീനൊക്കെ കീട്ടില്ല വീഡിയോയിൽ ഞാൻ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വെറൈറ്റി ഫിഷിംഗ് ആണ്. അപ്പൊ പറഞ്ഞിട്ടുള്ളത് വല കയറിക്കൊണ്ടിരിക്കണം. രാത്രി ഒന്ന് വല അടിച്ച് വല മീനൊക്കെ കാഴ്ച എല്ലാവരും കിടക്കാച്ച വീഡിയോ. ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് വല അടിക്കുന്നത്. പിന്നെ ലൈറ്റ് ഇട്ട് മീൻ പിടിക്കുന്ന കാഴ്ച കാര്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തിയ വീഡിയോ. നമ്മുടെ നാട്ടിലിത് അലോഡല്ല, ലൈറ്റ് ഫിഷിംഗ് അലോഡല്ല. പക്ഷെ കർണാടകയിൽ അലോഡാണ്. അപ്പൊ പറഞ്ഞിട്ടുള്ള നേരെ ഒരു കിലോമീറ്റർ അപ്പാ ആദ്യ ദിവസം അങ്ങനെ കടലിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഈ ഒരു കാഴ്ച കാണിക്കാനുള്ള കാരണം വെച്ചാൽ ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ കാണാത്തൊരു സംഭവമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണിച്ചിട്ടുണ്ട്. വണ്ടിയിലാണ് ഇവിടെ ഐസ് എടുക്കുന്നത്. ഇതൊന്നുമല്ല ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള കാര്യം. അമ്മമാര് ഞാൻ ആദ്യമായിട്ടാണ് പെണ്ണുങ്ങൾ വന്ന് മീൻ എടുക്കാനും ഐസ് കൊടുക്കാനൊക്കെ സഹായിക്കണം. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഒരു കാഴ്ചയൊന്നും ഇല്ല കേട്ടോ. ഹാർബറിലോട്ട് മീൻ എടുക്കാനും ഐസ് എടുക്കാനൊക്കെ അമ്മമാരൊന്നും കാണാറില്ല. ഇവിടെ ചേട്ടന്മാരോ നമ്മുടെ ബോട്ടിലെ പണിക്കാരുടെ കൂടെ സ്രാങ്കിൻ്റെ ഒക്കെ കൂടെ ഐസ് എടുക്കണതൊക്കെ അമ്മമാരാണ്. അങ്ങനെ ഐസ് എടുത്ത് നേരെ ബോട്ടിലോട്ട് കയറ്റിണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഐസാണ് ഈ കയറ്റണം. 3 ദിവസം നമ്മൾ കടലിൽ മീൻപിടുത്തവും കാര്യങ്ങളും നടത്തും. ഇതുവരെ നിങ്ങൾ കൊമ്പൻ്റെ വീഡിയോയിൽ കാണാത്ത ഒരു വെറൈറ്റി മീൻപിടുത്തമാണ് ഈ കാണാൻ പോണേട്ടാ. ഡബിൾ വീലോസ് ഉള്ള ബോട്ടിലാണ് ഇപ്പോൾ ഈ ഐസും കാര്യങ്ങളൊക്കെ നടക്കണത്. ഇതിനാ പർഷ്യൻ ബോട്ട് എന്നൊക്കെ പറയും. നമ്മുടെ കൊച്ചിയിലൊക്കെ ഓടുന്ന ബോട്ടുകളുണ്ട്. ആ ബോട്ടുകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവരുടെ ഈ ഒരു മീൻപിടുത്ത രീതിയും കാര്യങ്ങളും. ഇവിടെ മലയാളികൾ കുറവാണ്, കൂടുതലും കർണാടകക്കാരും പിന്നെ ഒറീസക്കാരൊക്കെയാണ്. അങ്ങനെ രാത്രി ബോട്ട് വന്ന് നമ്മൾ കയറാൻ വേണ്ടി പോവേണ്ട. വീഡിയോ കാണുന്ന കൂട്ടുകാർ ഇപ്പം തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് അടിച്ചോ. ഒരു അടിപൊളി കിടിലം വീഡിയോ ആണ്. അപ്പോൾ മുകളിലാണ് നമ്മൾ കിടക്കണത്. രണ്ടാമത്തെ ബോട്ടിൻ്റെ വീലോസിനുള്ളിലോട്ട് കയറണം. അപ്പോൾ അത് തെൻകടൽ മീനവനും നമ്മുടെ അണ്ണനും കൂടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ 3 പേര് ഒരുമിച്ചാണ് പോണേട്ടാ കടലിലോട്ട്. അങ്ങനെ ഈ ഒരു ഡിങ്കിയും ഉണ്ട്. ഇതിൻ്റെ കാര്യങ്ങളും ഈ വലയുടെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പുറം കിടക്കണത് ചാളവലയും ഇപ്പുറം കിടക്കണത് വലിയ മീനൊക്കെ അടിക്കാനുള്ള വലയേട്ടാ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കണ പെട്ടെന്നായിരുന്നു നമ്മൾ വല അടിച്ചത്. രാത്രി വല അടിച്ചിട്ട് വല പോണൊരു കാഴ്ച കേട്ടാ. പെട്ടെന്നായിരുന്നു വലയുടെയും കാര്യങ്ങളൊക്കെ കേട്ടോ. രാത്രി സമയത്ത് നമ്മൾ വല അടിക്കുമ്പോൾ ബോട്ടിലെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ മീൻ ബോട്ടിൻ്റെ അടുത്തേക്ക് വരും. അതുകൊണ്ട് എല്ലാ ലൈറ്റും ഓഫ് ചെയ്തിട്ട് ചെറിയൊരു ടോർച്ച് വെട്ടം കൊണ്ടാണ് നമ്മൾ ഈ വലയും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നോക്കണതും കാര്യങ്ങളൊക്കെ ചെയ്യണേട്ടാ. പഴയതുപോലെ തന്നെ നമ്മൾ വള്ളത്തിലൊക്കെ പോലെ ഇനി വല കയറ്റാൻ വേണ്ടി റോപ്പും കാര്യങ്ങളൊക്കെ കയറ്റണ ഒരു കാഴ്ചയാണ്. വേഗം തന്നെ റോപ്പ് വേഗം വീഞ്ചിൽ കൊടുക്കാൻ വേണ്ടി പോവേണം. അങ്ങനെ വലിച്ചിടേട്ടാ. വലിച്ചിട്ടിട്ട് വേണം ഇനി നേരെ വലിച്ച് കയറ്റാൻ. അപ്പോൾ റോപ്പ് മൊത്തമായിട്ട് കയറിയാൽ മാത്രമേ നമുക്ക് വല പിടിച്ച് കയറ്റാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പം വീഞ്ചിലോട്ട് റോപ്പ് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ്. അങ്ങനെ ടൈറ്റിൽ റോപ്പ് കയറുന്ന ഒരു കാഴ്ചയാണ്. ഭയങ്കര സ്ലോവിലാണ് റോപ്പ് എടുക്കണേട്ടാ. പയ്യെ ഇവിടെ കപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സൈഡിൽ കൂടി കയറി നേരെ വീഞ്ചിലോട്ട് സ്ലോവിൽ റോപ്പ് കയറുന്ന ഒരു കാഴ്ചയാണ്. മൊത്തമായിട്ട് കറക്കി അടിച്ചേക്കാണ്. പിടിച്ച് കയറ്റാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ആ കാഴ്ചയും കാര്യങ്ങളൊക്കെ അടുത്തത് എന്തൊക്കെ മീനാണ് കിട്ടാമെന്ന് അറിയൂല. നമുക്ക് നോക്കാട്ടാ. നിറച്ച് തളയൻ ജാഗരയാണ്. ഇത് നോക്കി തളയനോട് ഓട്ടം നോക്കിയ പാമ്പാട തളയൻ എന്നൊക്കെ പറയണ്ടാ. ദേ ഓടി കളിക്കണത്. കടലിൽ നിറച്ച് തളയനാണ്. വലക്കുള്ളിലെ മീനാണ്ട് കാണുമ്പോ
അങ്ങനെ റിങ്ങും കാര്യങ്ങളൊക്കെ കയറി കഴിഞ്ഞ് ഇനി വല പിടിച്ച് കയറ്റാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും ബോട്ടിൻ്റെ ഒരു സൈഡിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവരുടെ ഒരു വല പിടുത്തവും കാര്യങ്ങളും ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ട്. ഇവർ പാട്ടും കാര്യങ്ങളും സ്പീക്കറിൽ വെച്ചിട്ടാണ് വലയും കാര്യങ്ങളൊക്കെ പിടിച്ചു തരുന്നത്. നമ്മുടെയൊക്കെ നാട്ടിൽ വായ്ത്താരിയാണ് കൂടുതലും, പക്ഷേ ഇവിടെ വായ്ത്താരിയല്ല. ഇവർ ആ പാട്ടിനൊത്ത് ഒരു ആടിയത് വേഗം വേഗം അങ്ങോട്ട് വല അങ്ങോട്ട് കയറ്റണം. ഏകദേശം 2.5 മണിക്കൂർ അതിൽ കൂടുതലൊക്കെ പിടിക്കും വല കയറി വരാനായിട്ട്. അതായത് നേരം വെളുക്കും നമ്മുടെ ഈ വല കയറി വരുമ്പോട്ടാ. അങ്ങനെ പടപടാന്ന് പറഞ്ഞ് കയറി വരുന്ന സമയത്ത് ശീലാവ്, അയില അങ്ങനെയുള്ള മീനൊക്കെ നെയ്മീനൊക്കെ കിട്ടി തുടങ്ങുന്നുണ്ട്. അത് ഇനിയുള്ള കാഴ്ച നിങ്ങൾ വീഡിയോയുടെ അവസാനം വരെയും കണ്ടോ. നല്ലൊരു അടിപൊളി കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് തളയനാണ്, പാമ്പാട തളയൻ എന്നൊക്കെ പറയും. അപ്പോൾ വല വെച്ച് വരുന്ന സമയത്ത് അവർ ആ പാട്ടിനാണ് അവർ ആ ഒരു രീതിയിൽ ശരിക്കും നല്ല ആടിന്ന് വേഗം വേഗം ഭയങ്കര സ്പീഡിലാണ് വല പിടിച്ച് കയറ്റാനായിട്ട്. ഇവിടെ നല്ല പാട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പാട്ട് ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കണ്ട. അപ്പോൾ ആ ഒരു ഇതിൽ നിന്നാണ് എല്ലാവരും അങ്ങനെ വല പിടിച്ച് കയറ്റണത്. അങ്ങനെ 1 മണിക്കൂറിന് ശേഷമുള്ള കാഴ്ചയാണ് ഇപ്പം ഞാൻ നിങ്ങളിലോട്ട് കാഴ്ചയുടെ വല ഏകദേശം ചുരുങ്ങി വന്നിട്ടുണ്ട്. ഇങ്ങനെ പയ്യെ പയ്യെ ചുരുങ്ങി വന്നാണ് നമ്മൾ മീനും കാര്യങ്ങളൊക്കെ കോരി എടുക്കുന്നത്. ആ കോരി എടുക്കുന്ന കാഴ്ചയാണ് കാണേണ്ട കാഴ്ച. അപ്പോൾ വല ഏകദേശം 1 മണിക്കൂറിന് ശേഷം ഇത്രത്തോളം മടയും കാര്യങ്ങളും കയറ്റി വല ഇത്രയും കയറ്റി അവർ കഴിഞ്ഞിട്ടില്ല. ഇനിയും കിടക്കണാണ്. പിന്നെ അപ്പുറ സൈഡിൽ കുറച്ച് കൊട്ടയിലോട്ടൊക്കെ മീനായി, ഒരു കൊട്ട ശീലാവ്, അയില അങ്ങനെയൊക്കെ ബാക്കിയുള്ള മീനൊക്കെ വെള്ളത്തിൽ കിടക്കാനുണ്ട്. ഇനിയും കുറച്ചുകൂടി കഴിഞ്ഞാൽ വല മൊത്തമായിട്ട് കയറി. ഇപ്പോൾ ആ ചുവന്ന കളറിലുള്ള വല മൊത്തമായിട്ട് കയറി. ഇനി അടുത്ത പച്ചവലയാണ് ഇനി കയറാൻ വേണ്ടി പോകണേട്ടാ. അങ്ങനെ പച്ചവല എത്തി എല്ലാവരുടെയും കയ്യിലോട്ട്. ഇനി പച്ചവലയും കൂടി കയറി കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ വല തീരാറാവട്ടാ. അപ്പോൾ അതും കൂടി പിടിച്ച് കയറ്റണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ വലിയൊരു കോലാമീൻ കിട്ടി. അത്യാവശ്യം നല്ല വലിയ കോലാനാണ്. കോലാമീൻ്റെ പല്ല് വലയിൽ ഉടക്കി കിട്ടണേട്ട. ഈ തളയൻ, കോലാൻ അങ്ങനെയുള്ള മീനുകളുടെ പല്ലി വലയമേൽ ഉടക്കും. അങ്ങനെ കയറി തന്നെയാണ്. അങ്ങനെ ഇവിടെ നല്ല ജീവനോടെ പെടവെടക്കണ കോലാൻ. നിങ്ങൾ പെടക്കണ കോലാനെ കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറഞ്ഞത്. ഇപ്പം കിട്ടിയുള്ളൂ ആ 3 ഇപ്പം തന്നെ കിട്ടിയാണ്. പക്ഷെ അതിൻ്റെയൊക്കെ ഏകദേശം പരിപാടി കഴിഞ്ഞ് അടുത്ത ശീലാവ് വലയിൽ കെട്ടി വന്നേക്കാണ്. ഊളാവ്, ശീലാവ്, തെണ്ടൻ അങ്ങനെ പേര് പറയുന്ന മീനാണിത്. അത്യാവശ്യം നല്ല കറി വെക്കാനൊക്കെ അടിപൊളി ടേസ്റ്റാണ്. അതായത് ഒന്നല്ല 1, 2, 3ഓളം മീൻ്റെ കുത്തി കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വല കയറി അവസാനം വല പൊട്ടിച്ചിടുന്ന ഒരു കാഴ്ച നിങ്ങൾ ആദ്യം കണ്ടൊരു കാഴ്ചയില്ലേ, ആ ഒരു കാഴ്ച, ഒരു കിടിലൻ കാഴ്ച നമുക്ക് ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അതേ ചാകരണം മീൻ്റെ കയറണം. ആഹാ കൊട്ടിയിട്ട് എല്ലാം കൂടി അതാ അങ്ങാട് വെച്ചിട്ടുണ്ട്. കണ്ട് നിറച്ച് മീനാണ് ഇത്. നോക്കിയേ ഓട്ടം നോക്കിയേ, നിറച്ച് മീൻ ഓടുന്ന കാഴ്ച ഉണ്ട്. എന്താ കാഴ്ച നോക്കിയേ. ഇതേ വലിയ മീനൊക്കെ ഓട്ടം നോക്കിയ കോലാമീൻ എല്ലാം ഉണ്ട്. ഇതേ ഓട്ടിക്കളിക്കണണ്ടാ. അങ്ങനെ ഏകദേശം 2 മണിക്കൂറോളമായി വല കയറണത്. വല കയറി വരുന്നതിനനുസരിച്ച് വല ചുരുങ്ങി വരും. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെ ചുരുങ്ങണതിനനുസരിച്ച് മീൻ കിടന്ന് വലക്കുള്ളി കിടന്നുള്ള ഓട്ടം തുടങ്ങും കേട്ടോ. ഇപ്പം മൊത്തമായിട്ട് മീൻ ഓടി തുടങ്ങി നമുക്ക് കാണാൻ പറ്റും. അത് ഈ ഒരു 2 മണിക്കൂർ സമയത്ത് കിട്ടിയ അയിലയും തളയനും ശീലാവൊക്കെ ഇവിടെ നമ്മുടെ ഒരു വില്ലേജിൽ നിന്ന് ഇവിടെ തിരിഞ്ഞു മാറ്റാനായിട്ട് ആള് വേഗം വേഗം ഇവിടെ ഗ്ലൗസ് ഇട്ടിരുന്ന് ഓരോന്ന് തിരിഞ്ഞു മാറ്റുന്നുണ്ട്. നേരത്തെ ആ ഒരു കൊട്ട അയിലയും എല്ലാം കൂടി ഒരുമിച്ചാണ് കിട്ടിയത്. അപ്പോൾ അതിൽ നിന്ന് തളയനൊക്കെ മാറ്റി. ഈ ഒരു കാഴ്ച തന്നെ നോക്കിയേ. വല ചുരുങ്ങി വരുമ്പോൾ മീനിൻ്റെ വലക്കുള്ളിലോട്ട് കയറി വരണം. നെയ്മീനും കോലാമീനും എല്ലാം വലയിലോട്ട് കയറി വരേണ്ട. വലയുമ്പോൾ ഇടിക്കുന്ന ഒരു കാഴ്ചയാണ്. അവിടെ വലിയൊരു നെയ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കിയേ, ഇതേ ഈ ഒരു കാഴ്ച നോക്കിയാൽ നിങ്ങൾ ഒരു കോലാൻ മാത്രമല്ല, കോലാനെടുത്ത് ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇതേ ഇവിടെ ഒരു വലിയൊരു നെയ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാണെങ്കിൽ ഇപ്പം ചാടി ഓടി കയറിയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവരതിനെ പെടക്കാണ്ടിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യണം കേട്ടോ. അങ്ങനെ ആ ഒരു നെയ്മീൻ ഇപ്പം കയറുള്ളൂ. അത്യാവശ്യം നല്ല വലിയ നെയ്മീനാണ്. ഇനിയിപ്പോൾ അതിനങ്ങാട് കൊണ്ടുപോവുകയാണ്. അവിടെ കൊണ്ട് അണിയത്തുകൊണ്ട് ഇടോട്ടാ. അത്യാവശ്യം ഉണ്ട്. ഇടത്തരം ഒരു നെയ്മീൻ നല്ല വലിപ്പം വെക്കോട്ടെ. ഇതൊന്നും അല്ല, ഇതിലും നല്ല വലിപ്പം വെക്കും. ഇതിപ്പോൾ ഒരു ഇടത്തരം നെയ്മീനാണ് കിട്ടിയത്. അങ്ങനെ ഈ ഒരു നേരം കൊണ്ട് നമ്മളെ കൊട്ട നിറച്ച് കോലാമീൻ ഒരുവിധം ആയിട്ടാണ് കേട്ടാ. കോലാമീനും വാളയും ഉണ്ട് 2-3 എണ്ണം. അടുത്ത നെയ്മീൻ കയറി തന്നെ. ഇനിയിപ്പോൾ നെയ്മീൻ്റെ ഊഴമാണ്. ഈ ഒരു വലയിൽ തന്നെ വലിയൊരു പൂമീനും കൂടി ഉണ്ട്. അത് നമ്മുടെ വലയിലായിട്ട് ഉടക്കിയിട്ടില്ല, പലപ്പോഴായിട്ട് ഉടക്കി മാറിയിരിക്കണം. ഇപ്പോൾ അത്യാവശ്യം നേരത്തെ കിട്ടിയതിനേക്കാളും വലിപ്പമുള്ളൊരു നെയ്മീൻ വീണ്ടും കിട്ടി. ഇപ്പം 2ാമത്തെ നെയ്മീനായിട്ടാണ് കിട്ടണത്. അങ്ങനെ ഈ സമയം നമ്മുടെ പുറകിൽ സൂര്യൻ ഉദിച്ചു വരികയാണ്. നേരം വെളുത്ത് ഒരു 6 മണിയായി. അങ്ങനെ 3 മണിക്കൂർ കഴിഞ്ഞിട്ടാ
ഇനിയുള്ള കാഴ്ചകൾ ഞാൻ പറഞ്ഞില്ല ആകാക്കള നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കിക്കോട്ടെ. ഒരു അടിപൊളി കാഴ്ചയാണ് ഇനിയുള്ളത്. പടക്കണോക്കെ കിട്ടില്ല. അടുത്ത് പൊങ്ങിവന് അടുത്ത പൊട്ടിക്കാൻ പോള്. ഓ വേട്ട മീൻ നോക്കി വലിപ്പം കണ്ട. കൊലാമീൻ കൊല. പാലാങ്കണ്ണി അങ്ങനെ നമുക്ക് ആദ്യ ദിവസം വലയിൽ കിട്ടിയ മീനുകളാണ്ട് ഇത്രയും മീൻ. അയില ഉണ്ടായിരുന്നു, പൂമീൻ ഉണ്ടായിരുന്നു, നെയ്മീൻ ഉണ്ടായിരുന്നു, ആവോലി ഉണ്ടായിരുന്നു, പരുന്തി ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ മീനുകളെ നമ്മുടെ തമിഴ്നാട് തെൻകടലെണ്ണൻ്റെ 4 നെയ്മീൻ എടുത്ത് പിടിച്ച്, 3 നെയ്മീൻ ആളുടെ കയ്യിലൊക്കെ എടുത്ത് പിടിച്ച് കഴിഞ്ഞിട്ടില്ല. ഇനി വല അടിച്ച ശേഷം നമ്മൾ ഡിങ്കിനെ തിരിച്ച് ബോട്ടിലോട്ട് കയറ്റണം. ഒരു കാഴ്ച നിങ്ങൾ കണ്ടു നോക്കിയേ. ഇങ്ങനെയാണ് നമ്മൾ ഡിങ്കി കയറ്റണം കേട്ടാ.
വെളുപ്പിനെ തന്നെ മീൻകറിയും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയായി വന്നൊരു കാഴ്ചയാണ്. നമ്മുടെ ഈ ഒരു അണ്ണനാണ് മീൻകറിയും കാര്യങ്ങളൊക്കെ വെക്കണേ കേട്ടാ. ഇനി നമുക്ക് കിട്ടിയ മീനൊക്കെ വേഗം തന്നെ തരം തിരിച്ചു മാറ്റും. അയിലെ തളയൻ അതുപോലെ തന്നെ ബാക്കി നെയ്മീനും കാര്യങ്ങളൊക്കെ കുറച്ചുള്ളൂ, ചെറുതാണ്. അപ്പോൾ അതൊക്കെ വേഗം തന്നെ തരം തിരിച്ച് കൊട്ടയിലോട്ട് മാറ്റി കാലത്ത് തന്നെ നമ്മൾ ഐസ് ചെയ്യും. ഇനി ഇവിടെ തന്നെ നമ്മുടെ ബോട്ട് ആങ്കറി കിടക്കോട്ടാ. പകൽ സമയം ഫിഷിംഗ് ഇല്ല, രാത്രി സമയത്താണ് നമ്മൾ ഫിഷിങ് ചെയ്യണത്. അപ്പോൾ ആ ദിവസത്തെ കിട്ടിയ മീൻ വേഗം തന്നെ നമ്മൾ സ്റ്റോറിലോട്ട് ഇറക്കാൻ വേണ്ടി പോവേണ്ട. പറഞ്ഞോളൂ മീൻ്റെ പേര് കൊടുക്ക്. ആ പൂമീൻ, ഇത് ടാക്ക പാലാങ്കണ്ണി, எங்க ஊர்ல டாக்கா. இது நெம்மீன் வஞ்சரம் சீலா. இது தோடி இல்ல இல்ல இது இது புது குத்த குத்த தானே குத்தா. அப்புறம் இங்க ஒரு பேத்த 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 கொம்புள்ள பேத்த. ஆளு வித்தியாசமா ஸ்டைலா இருக்கான் பாருங்களேன். അങ്ങനെ സ്റ്റോറിൽ മീൻ ഐസ് ചെയ്യണ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അയില മീൻ എന്ന് പറഞ്ഞാൽ കൂടിപ്പോയ ഒരു 3-4 ദിവസം വരെയൊക്കെ നമുക്ക് ഐസ് ചെയ്ത് വിൽക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ മീൻ കേടാവും. അപ്പോൾ പിന്നെ അതിന് വിലയും കാര്യങ്ങളും കിട്ടൂല. പിന്നെ അയില മീൻ ഐസ് ചെയ്യുമ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് ഐസ് ചെയ്യുള്ളൂ, വേറെ കെമിക്കലും കാര്യങ്ങളൊന്നുമല്ല. കടൽ വെള്ളം തന്നെ ഒഴിച്ച്, അതായത് ബോക്സിൽ വെള്ളം നിറച്ചാണ് നമ്മൾ ഈ ഐസ് ചെയ്യണ മീൻ. കാരണം അതിൻ്റെ സ്കിന്ന് വളരെ സോഫ്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു രീതിയിൽ ഐസ് ചെയ്യണം. ഓരോ മീൻ ഐസ് ചെയ്യുമ്പോഴും അതിൻ്റെതായ രീതികളുണ്ട്. അയില മീൻ ഐസ് ചെയ്യണ പോലെ ആയിരിക്കില്ല നമ്മൾ കിളിമീൻ ഐസ് ചെയ്യണത്, അതുപോലെ സ്കിഡ് ഐസ് ചെയ്യണത്. അപ്പോൾ ഓരോ മീനും അതിൻ്റെതായ രീതിയിൽ തന്നെ ഇവർ ഐസും കാര്യങ്ങളൊക്കെ ചെയ്യണ ഒരു കാഴ്ചയാണ്. അപ്പോൾ വീഡിയോക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും കമൻറ്റുകൾ, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ പോരായ്മകളോ കാര്യങ്ങളോ വീഡിയോ കണ്ടിട്ട് തോന്നിക്കഴിഞ്ഞാൽ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് പറയണം. എന്തെങ്കിലുമൊക്കെ ഒരു കുറവൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞാൽ മാത്രം എനിക്ക് മാറ്റങ്ങൾ വരുത്തി മെച്ചപ്പെടുത്തി നിങ്ങളോട്ട് നല്ല രീതിയിൽ ഇനിയും വീഡിയോ കാര്യങ്ങളൊക്കെ എത്തിക്കാൻ പറ്റുള്ളൂ കേട്ടോ. പ്രധാനപ്പെട്ടൊരു കാര്യം, സ്റ്റോറിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ സ്റ്റോറിൻ്റെ ഉള്ളിൽ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ നമുക്ക് കുളിക്കാനൊക്കെ ഉള്ള വെള്ളം, അതുപോലെ കുടിക്കാനുള്ള ക്യാനുകൾ കാര്യങ്ങളൊക്കെ ഈ സ്റ്റോർ റൂമിലായിട്ട് വെക്കണത്. ഫുഡിൻ്റെ ആയാലും എല്ലാം ഈ സ്റ്റോർ റൂമിൽ നിരത്തി വെക്കും. കേരള ബോട്ടും കർണാടക ബോട്ടും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ ടാങ്കും കാര്യങ്ങളൊക്കെ സ്റ്റോറിൽ തന്നെയാണ് വന്നേക്കണം. അവിടെ നമുക്ക് തണുത്ത വെള്ളത്തിൽ അങ്ങോട്ട് കുളിക്കാട്ടാ. ഈ സൈഡിൽ നിന്നൊക്കെ കാണുമ്പോൾ തന്നെ ടാങ്ക് കാണുമ്പോൾ ഇവിടെ ഒരു ഫ്രെയിം ഇങ്ങനെ ബോർഡാക്കി വെച്ചേക്കുന്നത് 2 ടാങ്ങാണ്. അപ്പുറവും ഇപ്പുറവും വെള്ളം നിറച്ച് വെച്ചിട്ട് ടാങ്ങാണ്. പിന്നെ നടുക്ക് ക്യാൻ വെച്ചിട്ടുണ്ട് കുടിക്കാനായിട്ട് വെള്ളം. അതിന് വേണ്ടിയാണ് ആ ഒരു സൈഡും കാര്യങ്ങളും. അത് ഞാൻ കൃത്യമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഏകദേശം കിട്ടിയ മീനെല്ലാനും ഒരു ടൈം ഒരു 7:30 ഒരു 8 മണിക്കടുത്ത് നമ്മൾ മീനെല്ലാം സ്റ്റോറിലോട്ട് മൊത്തമായിട്ട് കയറ്റി നിറച്ച് ഏകദേശം പണിയും കാര്യങ്ങളൊക്കെ തീരാറായി. ഇനി പകൽ സമയത്ത് എല്ലാവരും കിടന്ന് ഉറങ്ങും, റെസ്റ്റ് എടുക്കലാണ്. അങ്ങനെ നേരം വെളുക്കണ സമയത്തോട് നമ്മുടെ പരിപാടി തീർത്ത് പിന്നെ രാത്രി വീണ്ടും പണി തുടങ്ങും. ആ ഒരു രീതിയാണ് ഈ ഒരു ഫിഷിങ് ഇട്ടാ. അങ്ങനെ ബോക്സിലൊക്കെ ആക്കി ബാക്കി ഇനി കുറച്ചും കൂടി ഉള്ളൂ. ഇവിടെ കുറച്ച് ചാളയും കാര്യങ്ങളൊക്കെ തിരിഞ്ഞ് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ആങ്കർ ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം നോക്കി നമ്മൾ പയ്യെ ബോട്ട് ഓടിച്ച് പോകണേണ്. അപ്പോൾ ഏകദേശം നമ്മുടെ മീനൊക്കെ പരിപാടി കലാശായിരുന്നു കേട്ടോ. അങ്ങനെ രാത്രിത്തെ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ല ഉറക്കമൊക്കെ ഇറങ്ങിയതേ കട. ഇവിടെ ചേട്ടന്മാർക്ക് കേട്ടോ ഉച്ചക്ക് ചോറ് കഴിക്കാൻ പോണ്. ചോറിന് കൂടെ എന്താണ് കറി എന്നൊക്കെ ഞാൻ എടുത്തിട്ട് വരാം കേട്ടാ. നമ്മുടെ ബോട്ട് പോലെ കേട്ടോ, കേരള ബോട്ട് പോലെയല്ല മംഗലാപുരം ബോട്ട് കണ്ട. കുറേ വ്യത്യാസങ്ങളുണ്ട്. വെള്ളം കൊടുക്കുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാ വ്യത്യാസമുണ്ട്. നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് അടുക്കളയിലോട്ട് പോവുകയാണ്. ഇതാണ് കാലം. വലിയ ആശുപത്രി ചോറ് നമ്മൾ ഊറ്റിയെടുത്ത് കഴിക്കാം. കഞ്ഞിയായിട്ട് കഞ്ഞിയാ കഴിക്കാം. ഉച്ചക്കാലത്തെ കറിയാണ്.
4 മീൻ വറുത്തുണ്ട്, ആവൂലിയാണ്ട് ഇതൊക്കെ ആവൂലത്ത്, പിന്നെ അച്ചാറുണ്ട്. നമ്മുടെ ആര്യക്കാരൻ്റെ ഇതാണ്ടാ. അങ്ങനെ പേരെന്താ ആര്യക്കാരന്റെ പേര്? ശിവൻ 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 ശിവാൻ ശിവാൻ. ആര്യക്കാരന്റെ പേര് ഇതുവരെ ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ബോട്ടിലെ ദുർഗാരക്ഷയല്ലേ ഇത്. ഓണറും ആര്യക്കാരനും എല്ലാം ഈ അണ്ണനാണ്ടാ, മെയിൻ ആണ് ആള്. ആളും എന്റെ പോലെ ഉറക്കത്തിന് പെയിന്റുള്ളൂ. അപ്പൊ നമുക്ക് കഴിക്കാം. വാ ചോറും കറിയൊക്കെ ഇട്ടിട്ട് കറിയില്ല, മീൻ പൊരിച്ചത്. അച്ചാറിങ്ങനെ കഞ്ഞിട്ടിങ്ങനെ ഓടിക്ക. കഷ്ടം മീൻ. മുളക് ഉണ്ട്. ചോറ് കൊടുക്കാം. ആഹാ, അടിപൊളി മീൻ പൊരിച്ചോട്ടാ. കാലത്തോട്ട് അതല്ല, രാത്രി തൊട്ട് നേരം വെളുക്കണ വരെയുള്ള ലൈറ്റ് ഫിഷിങ്, ലൈറ്റ് ഇട്ടിട്ട് മീൻ പിടിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഒരു ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റും. 2ാം ദിവസം നമ്മളിവിടെ ആങ്കറി കടലിലേക്ക് കിടക്കുകയാണ്. ഇത് വേണ്ട ചുറ്റും ശാന്തമായി കിടക്കുകയാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അല്ല വല പിടിക്കും, അല്ലെ വല കൊണ്ട് വലയിടും. വീണ്ടും മീൻ പിടുത്തു നോക്കാം. 2ാം ദിവസം മീൻ പിടുത്തോ കാര്യങ്ങൾ അടുത്ത വീട് വരുമ്പോൾ എന്തൊക്കെ മീനുകൾ കിട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ല. വലിയൊരു പൂമീൻ കിട്ടി, പിന്നെ കുറെ അയില കിട്ടി, അങ്ങനെ തളയെ കിട്ടി, ഒന്നും പറയാൻ പറ്റില്ല. കിട്ടുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നിങ്ങളുടെ മുന്നോട്ട് വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അടിപൊളി വീഡിയോ ഇട്ടിട്ട് ടാറ്റാ.